ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് 2024 കോൺസ്റ്റിറ്റ്യൂഷന്റെ PYQ പാർട്ട് 1 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കേരള PSC നടത്തിയിട്ടുള്ള LGS നിലവാരം പ്ലസ് 10ാം ക്ലാസ് നിലവാരം +2 ഡിഗ്രി ഈ 4 നിലവാരത്തിലെയും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദിച്ച 2024 ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ 2025 ജനുവരി മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ളത് ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2024 കടക്കാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുകയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ഓരോന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആകാനായി. അങ്ങനെ ഉടനെ നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലെ 44ാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിലെയാണ് ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയുടേതാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലിക അവകാശമാണ്. ആമുഖത്തിലാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ സ്ഥിതിസമത്വം മതേതര റിപ്പബ്ലിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പരമാധികാരം, സ്ഥിതിസമത്വം, റിപ്പബ്ലിക്, ജനാധിപത്യം, മതേതരം ഇതൊക്കെ എന്താണ് ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ലോക്പാൽ. 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 50ാമത് ആ സമയത്തുള്ളതാണ് DY ചന്ദ്രചൂഡ്, ധനഞ്ജയ Y ചന്ദ്രചൂഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21 A ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A ആണ്. മൗലിക കർത്തവ്യം. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 3 മൗലിക അവകാശം. ഭാഗം 2 പൗരത്വം. ഭാഗം 2 പൗരത്വം. മൗലിക ഇതേതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശം 3. ഇത് മൗലിക കടമ. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും. നീളം 3, വീതി 2. 3:2. ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. വീതിയും നീളവും ആണോ എന്ന് ശ്രദ്ധിക്കണം. നീളവും വീതിയും ആണോ എന്ന് ശ്രദ്ധിക്കണം. നീളം വീതിയാണെങ്കിൽ നീളമാണ് എപ്പോഴും കൂടുതൽ. 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോ? 1993 ഒക്ടോബർ മാസം 12ാം തീയതിയാണ് കേട്ടോ. 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? വിവരാവകാശ നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12. മനുഷ്യാവകാശ കമ്മീഷൻ ഒക്ടോബർ 12, വിവരാവകാശ കമ്മീഷനും ഒക്ടോബർ 12 ആണ് കേട്ടോ. നിയമം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ളത് അനുച്ഛേദം 21. 22 എന്താണ്? കരുതൽ തടങ്കലാണ് അല്ലെ. 23 എന്താ? ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത ജോലിക്കെതിരെ. ഓക്കെ. 24 ബാലവേല. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ് ദേശീയ മുദ്രയുടെ. അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. ഏത് ലിപിയാണ്? ദേവനാഗരി. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം. ധനബില്ല് ഏതാണ് അനുച്ഛേദം വരുന്നത്? 109. താഴെ കൊടുത്തിട്ടുള്ളതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആൻസർ ഈസ് ബി ആണ്. 2ഉം 3ഉമാണ്. മായം ചേർക്കലും തൊഴിലും. മായം ചേർക്കൽ തൊഴിൽ ഏതിൽ വരുന്നതാണ്? കൺകറന്റിലാണ്. പൊതുജനാരോഗ്യം, ഇതൊക്കെ ഏതാണ്? സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ബി ആണ് കേട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കുക.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വരുന്നത് ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ടത് എ ആണ്. 243 ഐയും 243 വൈയും ട്ടോ. ഐയും വൈയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ? 9-ാം തീയതി. എപ്പോഴാണ്? 9-നാണ് അല്ലെ? ഡിസംബർ 9 ആണ്. അത് 49 ട്ടോ. 49 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഡൽഹിയാണ് കേട്ടോ, മറക്കരുത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 89-ലെ ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഹൈക്കോടതികൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് സി ആണ്. 1, 2, 3 ഹേബിയസ് കോർപ്പസും കഴിയും. കോവാറന്റോ, സെർഷ്യോററി, മാൻഡമസ്, ഇതൊക്കെ എന്താണ്? ഈ 5 റിട്ടുകളും ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയും ട്ടോ. ആർട്ടിക്കിൾ 226 പ്രകാരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഡി ആണ്. 2ഉം 4ഉം ആണ് കേട്ടോ. അന്തർദേശ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം. ചൂഷണത്തിനെതിരെയുള്ള അവകാശമൊക്കെ ഏതാണ്? മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ്. ഇതൊക്കെ മൗലിക അവകാശത്തിൽ വരുന്നതാണ് കേട്ടോ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭേദഗതി 44-ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. മാൻഡമസ് ആണ് കേട്ടോ കൽപ്പന. സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. എന്തൊക്കെയാണ്? ഓൾ ഓഫ് ദി എബോ ആണ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓപ്ഷൻ ഏത് വരും? 3 ആൻസർ ആയിട്ട് വരണം. ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ബി ആണ്. ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഏതാണ് ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദി എബോ ആണ്. എല്ലാം തെറ്റാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏത് അർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. നമ്മൾ സന്നദ്ധമായിട്ടായിരിക്കണോ? വേണ്ട അല്ലെ? ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഇതൊക്കെ എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓപ്ഷൻ ഈസ് സി ആണ് ആൻസർ വരുന്നത്. 1ഉം 3ഉം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. എത്രണ്ണമാണ്? 8. പിന്നെ ഏതാണ് ആൻസർ ഏത് വരും? 1ഉം 2ഉം അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നോ? അല്ല, അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അടുത്തതും അതേ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ടാണ് ചോദ്യം. അപ്പോ ഇവിടെ ചോദ്യം ആൻസർ ചെയ്ത് വരും. ശരിയായ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദി എബോ ആണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ശരിയാണ്.
കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരി ഏതാണ്? കാനഡ ഭരണഘടനയിൽ നിന്നും ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഈസ് ഡി ആണ്, 1ഉം 2ഉമാണ്. അർദ്ധ ഫെഡറൽ സിസ്റ്റവും പിന്നെ ശിഷ്ടാധികാരങ്ങൾ, അവശിഷ്ടാധികാരം എന്ന് പറയാറില്ലേ, എന്ന ആശയവും. ഓക്കെ, അർദ്ധ ഫെഡറൽ സിസ്റ്റം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും. മാർഗനിർദ്ദേശ തത്വങ്ങള് അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ് കേട്ടോ, അയർലൻഡ്. നെക്സ്റ്റ്, ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്ഷൻ എ ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഇതൊക്കെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമ അവകാശമാണ്, അത് മൗലിക അവകാശം അല്ല ആയിരുന്നു, പിന്നീട് അത് എടുത്തു മാറ്റി. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരി. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ക്വസ്റ്റ്യൻ വന്നാണ്. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓപ്ഷൻ 1ഉം 3ഉമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്, സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അല്ല കേട്ടോ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്, ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷമാണോ? അല്ല, 2 വർഷവും 11 മാസവും 18 ദിവസവും, ചിലതിൽ 17 ദിവസവും എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്, ആണോ? ഇതിൽ ഏതൊക്കെയാണ് സവിശേഷതയിൽ പെടാത്തത്? സവിശേഷതയിൽ പെടാത്തത് എന്തായാലും ആൻസർ 3 വരണം അല്ലെ, അത് സവിശേഷതയല്ല, 2 വർഷമാണ് അല്ലെ. അപ്പോ 3 എന്തായാലും ആൻസർ വരണം. അപ്പൊ ഓപ്ഷൻ ഏത് വരും? സി വരും അല്ലെ, 1, 3, 4. ഓക്കെ, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, അത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയിലാണ്? ഇങ്ങനെ ആരംഭിക്കുന്നത് ഏതിലാണ്? ആമുഖത്തിലാണ് അല്ലെ, പ്രിയാമ്പിളിലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ നാം, ചേരുംപടി ചേർത്തേ ഓരോരോ വകുപ്പുകൾ വെച്ചിട്ട് ഏതാണ് എന്ന്. എന്തായാലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് സ്വത്തവകാശം അല്ലെ. സ്വത്തവകാശം ഇപ്പൊ ഏതിലാണ്? 300A 2A വരുന്ന ഓപ്ഷൻ ഏതാന്നുള്ളത് ആദ്യം തിരഞ്ഞെടുത്താൽ മതി. അപ്പൊ ഇത് 2B ആണ്, ഇത് 2C ആണ്. അപ്പൊ ഓപ്ഷൻ കിട്ടും അല്ലെ. ബാലവേല, ബാലവേല, ല 4 വകുപ്പ് 24, ഇത് 1 വരും അല്ലെ. അപ്പൊ 1C വരണം. ഓപ്ഷൻ കണ്ടോ, 1C. ബാലവേല വകുപ്പ് 24, സ്വത്തവകാശം 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസ മൗലിക അവകാശം 4, 21A. അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്ന വേറൊരു ആൻസർ ഏതാണ്? ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് വിദ്യാഭ്യാസ മൗലിക അവകാശമാണ് അല്ലെ. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയത് വകുപ്പ് 21A. അപ്പൊ 4B വരുന്ന ഓപ്ഷൻ ഒറ്റൊന്നും തിരഞ്ഞെടുത്താൽ മതി. ഇതാ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ 4B എന്ന് വരുന്നത്. ഇതിൽ താഴെ തന്നിട്ടുള്ള തെറ്റായ ജോഡി ഏതാണ്? മൗലിക കടമകളാണ് അല്ലെ. മൗലിക കടമകൾ ഏതിലാ വരുന്നത്? 4A. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയാറില്ലേ, വകുപ്പ് 44. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഏതൊക്കെ? തനത് അധികാരത്തിൽ പെടാത്തത് എ ആണ്. സിയും ഡിയും ട്ടോ, സിയും ഡിയും അപ്പീൽ അധികാരം, അതുപോലെ ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും, റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും അധികാരമുണ്ട് അല്ലെ. അപ്പൊ അത് തനത് അധികാരത്തിൽ പെടാത്തതാണ് കേട്ടോ, അപ്പീൽ അധികാരവും റിട്ട് അധികാരവും. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കാനും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കലും ഒക്കെ സുപ്രീം കോടതിയിൽ വരുന്ന കേസാണ്. അത് വേറെ ഏത് കോടതികൾക്കും ഹൈക്കോടതിയിൽ പോലും ആ കേസുകൾ വരില്ല കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് തുറമുഖങ്ങൾ, അതൊക്കെ നമുക്കറിയാം നാഷണൽ ലെവലിലാണ് അല്ലെ. പിന്നെ റെയിൽവേ നമുക്ക് ദേശീയ തലത്തിൽ വരുന്നതാണ്. പിന്നെ ഇവിടെ ആൻസർ ഏത് വരും? ഡി ആണ് അല്ലെ, പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്.
മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 15% പരിമിതപ്പെടുത്തിയത് 91-ാം ഭേദഗതിയാണ്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക. പി കെ തുംഗ കമ്മിറ്റി, ബൽവന്ത് റായ്, അശോക് മേത്ത, എലൻ സിംഗ്വി. ആൻസർ സി ആണ്. 1B ആണ്. പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റി 1989-ലും ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957-ലും അശോക് മേത്ത കമ്മിറ്റി 1977-ലും എലൻ സിംഗ്വി കമ്മിറ്റി 1986-ലുമാണ് കേട്ടോ. തുങ്കൻ 89, ബൽവന്ത് റായ് 57, അശോക് മേത്ത 77, 57 ബൽവന്ത് റായ് ആണെങ്കിൽ അശോക് മേത്ത 77 കേട്ടോ. 57, 77. എലൻ സിംഗ്വി 86. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്തത്. ആൻസർ ഡി ആണ് കേട്ടോ. ഇൻഫർമേഷൻ കേരള മിഷൻ, IT മിഷൻ വരില്ല കേട്ടോ. ശുചിത്വ മിഷൻ വരും, കില വരും, കുടുംബശ്രീ വരും. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം. എല്ലാം തെറ്റാണ് കേട്ടോ. എല്ലാം തെറ്റാണ്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയ ദിനം. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. 2023 സെപ്റ്റംബർ 20 മറക്കരുതേ. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായിട്ട് ക്രമപ്പെടുത്തുക. നിയമം നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് ഘട്ടങ്ങൾ, ഏത് ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ആദ്യമായിട്ട് പോകുക? A ആണ്. ACDBE ട്ടോ. ഫസ്റ്റ് ഒന്നാം വായന, രണ്ടാം വായന, പിന്നെ ഫസ്റ്റ് ഏത് വരണം? A വരണം അല്ലേ? ഒന്നാം വായന വരും, ശരിയാണ് അല്ലേ? രണ്ടാം വായന, പിന്നെ D ആണ്, കമ്മിറ്റി ഘട്ടമാണ്, പിന്നെ റിപ്പോർട്ടിംഗ് ഘട്ടമാണ്, മൂന്നാം വായന. ഓക്കെ, ഇതാണ് ഓർഡർ വരുന്നത്. ഫസ്റ്റ് ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, കമ്മിറ്റി റിപ്പോർട്ടിംഗ്, എന്നിട്ട് മൂന്നാം വായന. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? B ആണ്. എയും സിയും ഡി ആണ് ശരിയായിട്ടുള്ള ജോഡികൾ. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, പിന്നെ മാൻറ്റമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ കൽപ്പന അല്ലെ? കൽപ്പന പുറപ്പെടുവിക്കുക, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, മാൻറ്റമസ്. വാറന്റോ എന്ത് അധികാരത്തിൽ എന്നതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വായിച്ചു നോക്കിയിട്ട് പോസ് ചെയ്യാനായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഭരണഘടന നമ്മൾ പുതിയ SCERT ഫുള്ളും തീർത്ത് തന്നിട്ടുണ്ട്. പഴയ SCERT ഏകദേശം കഴിയാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷങ്ങളിലെ മുഴുവൻ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയാണ്. പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ളത് 4 ആണ് കേട്ടോ. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തല്ല. ലക്ഷ്യപ്രമേയം കൊണ്ടുവന്നത് തന്നെ ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 47 ജനുവരി നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ശരിയായ പ്രസ്താവനയാണ്. ഹിന്ദിയിലും വേണം, ഇംഗ്ലീഷിലും വേണം. അത് 47 ജനുവരിയിൽ. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരു പുതിയ പോയിന്റുകളാണ് അല്ലെ? നോർമലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നും വേറിട്ട ഒരു പോയിന്റ് ആണ്. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ക്ലിക്കായിട്ട് മാറും അല്ലേ? അപ്പൊ ഭരണഘടന ഹിന്ദിയിലും വേണം, ഇംഗ്ലീഷിലും എഴുതണം എന്ന നിർദ്ദേശം 47 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് മുന്നോട്ട് വെച്ചത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, പക്ഷെ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിൽ തന്നെയാണ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വേണം എന്ന് പറഞ്ഞത്.
താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പൗരത്വവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? നന്നായി പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് അല്ലേ? 1, 2, 3, 4 ആണ് ശരിയായ പ്രസ്താവന. പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ 5 to 11 എന്ന് പറയാറുണ്ട്. പക്ഷെ 5 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് അതിന്റെ ആമുഖങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? പിന്നെ 6 to 11 അത് കറക്റ്റ് ആണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. പഠിച്ചോളണേ. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ എന്ത് ആവശ്യമില്ല? വിസ ആവശ്യമില്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന സി ആണ് കേട്ടോ. 4 ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ബി വേണു IAS ആണ്. ഓക്കെ, അതേപോലെ ഇപ്പൊ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ശരിയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ 4 ആണ് തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 300A നമുക്കറിയാം സ്വത്തവകാശമെങ്കിൽ 400A എന്താണ്? എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ? 300A സ്വത്തവകാശം, 400A ഒന്നുമല്ല, താഴെ തന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. അതായത് ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഏതിലാ വരിക? രാജ്യസഭാംഗമായി. ഇവിടെ എങ്ങനെ പോയിന്റ് കിട്ടും? നമുക്കറിയാം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ 35 വയസ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും? രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കാൻ. രാജ്യസഭയിലാണല്ലോ ഉപരാഷ്ട്രപതിയുടെ റോള് എന്ന് പറയുന്നത് തന്നെ രാജ്യസഭയിലാണ് അല്ലെ? അപ്പൊ ഉപരാഷ്ട്രപതി. ഇനി പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കണ്ടെത്തുക. ക്വസ്റ്റ്യൻ കയറി വന്നാണ്. ആൻസർ ബി ആണ്. A3 ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലിയുടേതാണ് കേട്ടോ. നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ മോണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ആരുടേതാണ്? APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. PYക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഒരു അസറ്റ് ആണ് എന്ന് ഞാൻ പറയുന്നതിൽ തെളിവ് കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇപ്പൊ നേരത്തെ നമ്മൾ എല്ലാ ഈ 4 നമ്മളൊക്കെ നേരത്തെ പഠിച്ചാണ്. വർഷങ്ങൾ അറിയാമെങ്കിൽ ഇതിന്റെ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? നമ്മൾ ബൽവന്ത് റായ് കമ്മീഷൻ നമ്മൾ 57 പറഞ്ഞു, അശോക് മേത്ത 77 പറഞ്ഞു. ശരിയാണ് അല്ലേ? 1, 3 ശരിയാണ്. തെറ്റായ ജോഡികൾ ഏതെന്നാണ് ചോദ്യം അല്ലേ? അപ്പോ 1 ശരിയാണ്, 3 ശരിയാണ്. ഇപ്പൊ 2 ആണോ 4 ആണോ? തുങ്കൻ കമ്മീഷൻ നമ്മൾ എപ്പോഴാ പഠിച്ചത്? തുങ്കൻ കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ആൻസർ ഏതാ വരിക? സി ആണ് അല്ലേ? 2 ആണ് തുങ്കൻ കമ്മീഷൻ നമ്മൾ പറഞ്ഞത്. എപ്പോഴാണ് നമ്മൾ തുങ്കൻ കമ്മിറ്റി പഠിച്ചത്? കുറച്ച് നേരത്തെ പഠിച്ചോളൂ. ഒന്ന് താഴെ കമന്റ് ചെയ്യുക. സർക്കാരിയ കമ്മീഷൻ 83. അടുത്തത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ ഈസ് ഡി ആണ്. 1, 2, 3 ശരിയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളാക്കി മാറ്റിയത് 2019 എങ്ങനെയാണ്? ലഡാക്കും ജമ്മു കാശ്മീരിനെ 2ആക്കി തിരിച്ചു 2019. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് രാജതരംഗിണി. ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത്? അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതാണ്? ബി ആണ് കേട്ടോ. 2 10ാമത്തെ പട്ടിക വരില്ല. അത് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് 10ാമത്തെ പട്ടിക. അത് ഒരിക്കലും 73, 74 വരില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം, 11ാമത്തെ പട്ടിക, 12ാമത്തെ പട്ടിക ഇതൊക്കെ 73, 74 ഭേദഗതികളിൽ വരുന്നതാണ്.
ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3 ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ആൻസർ ഈസ് ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ കേട്ടോ. മൗലിക അവകാശങ്ങളിൽ ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. 4 ശരിയായ പ്രസ്താവന. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡ് അല്ലെ. 1B വരണം. 1B വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിക്കേ. 1B വരുന്നത് ഇതല്ല ഇതുമല്ല അല്ലെ. പിന്നെ മൗലിക കർത്തവ്യങ്ങൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. 2C വരണം. 2C വരുന്ന ഓപ്ഷൻ ഏതാ? ഇത് ഒറ്റ ഓപ്ഷൻ. അപ്പൊ ആൻസർ ഈസ് എ ആണ് ശരി. 1B മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ 3D ആണ്. നമ്മൾ ശിഷ്ടാധികാരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കാനഡ. ഭരണഘടനാ ഭേദഗതി എ ആണ്. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലെ തെറ്റായ പ്രസ്താവന സി ആണ് കേട്ടോ. 1ഉം 2ഉം തെറ്റാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണോ മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത്? അല്ല അല്ലെ. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അയർലൻഡ് ആണ്. അപ്പൊ 1 തെറ്റായ പ്രസ്താവനയാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. സമീപിക്കാൻ പറ്റില്ല. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കൂ. പിന്നെ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആർട്ടിക്കിൾ 40 പ്രകാരം. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന 50 അല്ലെ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്നതാണ്. 3ഉം 4ഉം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയില്ലേ, അതിനെയാണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരുന്നു. ആൻസർ ഡി ആണ്. അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ശരിയായത് ബി ആണ്. 1ഉം 2ഉം ആണ് ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്താൻ. ഇപ്പോ തമിഴ്നാടും നമ്മുടെ കേരളവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആര് ഇടപെടും? ഇന്ത്യൻ പ്രസിഡന്റ് ഇടപെടും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 293. ഓക്കെ. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നു? ട്രേഡ് യൂണിയനുകൾ വ്യാപാരം അല്ലെ. സി ആണ്. കൺകറന്റ് ലിസ്റ്റിലാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സി ആണ്. 3ഉം 4ഉം. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാം ഭേദഗതി നഗരപാലിക ബില്ല് നടപ്പിലാക്കി. ശരിയാണ് കേട്ടോ. 51A ആണ് മൗലിക കടമകൾ. 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ. 44 അല്ല, 42ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 നടന്നു. ശരിയായ പ്രസ്താവനയാണ് 24ാമത്തെ എ ആണ് കേട്ടോ. എയും ബിയും ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന. ഫാത്തിമ ബീവി ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത്. 19 ആകുമ്പോൾ ഇപ്പുറത്ത് ഏത് വരണമെന്ന് ഞാൻ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലൂ ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ക്ലാസ് കാണുന്നവർക്ക് അറിയും. ബി ആർട്ടിക്കിൾ 358. ഇവിടെ 8 വരുമ്പോ ഇവിടെ 9 വരണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 19. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ.
താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഡി ആണ് തെറ്റായ പ്രസ്താവന കേട്ടോ. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ശരിയാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, അത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് വന്ന ടോപ്പിക്ക് മാറിയില്ലേ? ഓക്കെ, എ ആണ് 2008 28 നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഡി ആണ് 2ഉം 4ഉം. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 44 ക്യാബിനറ്റ് മിഷന്റെ കറക്റ്റ് ആണ്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 49 നവംബർ 26 അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന. ആമുഖം പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടിട്ട് ബി ആണ് 2ഉം 3ഉമാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശം. കറക്റ്റ് ആണ്. 76 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. ശരിയാണ്. ആമുഖം ഫ്രഞ്ച് അല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നല്ല അല്ലെ, നാം എന്താണ് കുറച്ച് നേരത്തെ ഞാൻ ആമുഖം എങ്ങനെ ആരംഭിക്കുന്നു എന്ന് നമ്മള് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഇങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 73ാമത്തെ ഭേദഗതി പഞ്ചായത്തി രാജ് നിയമം എന്തൊക്കെയാണെന്ന് ഓപ്ഷൻ വായിച്ചിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണം. ആൻസർ ഏതാണ് വരിക? സി ആണ് ആൻസർ. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1, 2, 4 കേട്ടോ. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പിന്നെ ഏതാണ് 2 അല്ലെ? പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പിന്നെ ഏതാ വരുന്നത്? പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു. 1/3 കേട്ടോ. ഈ 1/3 എന്നുള്ളത് ഓർമ്മ വരണം. 1ഉം 2ഉം 4ഉമാണ് ശരി കേട്ടോ. ഇവിടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാനമാണ്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? UPSC ഭരണഘടനാ സ്ഥാപനമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അറ്റോർണി ജനറൽ ആണ്, നീതി ആയോഗാണ് ആൻസർ കേട്ടോ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം നമ്മൾ പറഞ്ഞില്ലേ, സെപ്റ്റംബർ മാസം 20 പാസാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴാണ് ബില്ല് പാസാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? ശരി അല്ലാത്തത് ഏതാണ്? ഡി ആണ് അല്ലെ? 19ാമത്തെ ആൻസർ ഏത് വരും? ഡി ആണ്.
മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. സ്വത്തവകാശം മൗലിക അവകാശമല്ല. ശരിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞത് 51A അല്ല. 51A അല്ല. ഏതാണ്? മൗലിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. 21A ആണ്. 51A എന്താണ്? മൗലിക കടമകൾ. ചേരുംപടി ചേർക്ക. ഇതിൽ ഓരോ ആർട്ടിക്കിൾ വെച്ചിട്ട് ചേർക്കുക. ഇതിൽ ഓപ്ഷൻ നമുക്ക് ആർട്ടിക്കിൾ 356. ഒന്നാമത്തെ ആൻസർ ഏതാണ്? അത് അതേ കറക്റ്റ് ശരി തന്നെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി പ്രായപൂർത്തി വോട്ടവകാശം 326. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 76 അറ്റോർണി ജനറൽ. 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. എ ആണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. 1, 2, 3 യോജിക്കുന്നവ കേട്ടോ. 44-ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം നമുക്കറിയാം. 91 നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? 15% കൂടാൻ പാടില്ല മന്ത്രിസഭയുടെ വലിപ്പം അല്ലെ? അതാണ് 91-ാം ഭരണഘടനാ ഭേദഗതി. കഴിഞ്ഞ ക്ലാസ് ക്വസ്റ്റ്യൻ പഠിച്ചതാണ്. ഓക്കെ. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളിലെയും 1/3 സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്? 1/3 സീറ്റ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023-ലെ 106-ാം ഭേദഗതി നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയം. സ്ത്രീകൾക്കായിട്ട് കൊണ്ടുവന്നതാണ്. 1/3 സ്ത്രീകൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബോണ്ട് എല്ലാം ശരിയാണ്. പഠിച്ചു വെച്ചോളണം. 2024 ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയത്. ശരിയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇതൊക്കെ എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരി ഏതാണ്? ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമം ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. അപ്പൊ 15-ലാണ് കേട്ടോ. ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? 15-ല്. ആർട്ടിക്കിൾ ഏതാണ്? 324 to 329 വരെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് KAS-ഉമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും അവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. പഠിച്ചു വെച്ചോ. KAS-നെ കുറിച്ചിട്ട് ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KAS-ന്റെ ലക്ഷ്യം. KAS-ൽ KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയില്, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയില്, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയില് എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KAS-ൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആയിട്ട് കരിയർ ആരംഭിക്കും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ കേരള ഗവർണറും KSDMയുടെ കമ്മീഷണറും കേരള ഫയർഫോഴ്സ് DGP ഇതൊക്കെ എന്തുവരും? അധ്യക്ഷതയിലുള്ള നിയമാനുസൃത സ്ഥാപനമായിട്ട് വരും. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഏജൻസിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് കിലയാണ് അല്ലെ? കിലയാണ്. അപ്പൊ വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. അടുത്തത് ഗാർഹിക പീഡനങ്ങളിൽ നിന്നും
സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005, നിലവിൽ വന്നത് 2006. പാസാക്കിയത് എന്ന് ചോദിക്കുമ്പോഴാണ് 2005 കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തത് ചേരുംപടി ചേർക്കുക. എന്ത് വരും? ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളും 12ാം ഷെഡ്യൂളും അല്ലേ? നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ ആയില്ലേ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. 2025 നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്തു. അതിലും നമ്മൾ ഇതിനെ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. 11ാം ഷെഡ്യൂൾ എന്താണ്? ഒന്നാമത്തെ ആൻസർ ഏത് വരും? ഒന്നാമത്തെ ആൻസർ ബി വരും അല്ലേ? PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അടുത്തത് 12ാം ഷെഡ്യൂള് മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 12. 243A എന്താണ്? ഗ്രാമസഭ. 243A ഗ്രാമസഭ. 243K ആണെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022. റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. കൽപ്പന എന്ന അർത്ഥത്തിൽ അല്ലേ? ഓർഡർ വരുന്നത് ഏതാണ്? മാൻഡമസ് ആണ്. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ ആണ്. തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിലവിലുള്ളത്? നാരി ശക്തി വന്ദി അധിനിയം ബില്ല് നേരത്തെ പഠിച്ചതാണ്. കണ്ട ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. വേഗം വേഗം ചെയ്യൂ. ക്വസ്റ്റ്യനും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ നിങ്ങള്. ചെയ്തോ? ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി ഗവർണറാണ് കേട്ടോ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിലവിലുള്ളത്? ഡി ആണ്. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? മിഷനറി ഓഫ് റെപ്രസെന്റേഷൻ. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ മാസം 28-നാണ് നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇപ്പോഴത്തെ പാർലമെന്റിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ആർക്കാണ്? CISF-നാണ് കേട്ടോ. CISF-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ അല്ല, അതിർത്തി നിർണയ കമ്മീഷനാണ്. ഡിലിമിറ്റേഷൻ കമ്മീഷൻ. കേരളത്തിലെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഷാജഹാൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനായ ഷാജഹാൻ തന്നെയാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത്? 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഇപ്പൊ രാമസ്വാമിയാണ് അല്ലേ? ഇപ്പൊ രാമസ്വാമിയാണ് കേട്ടോ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ
BS മാവോജി. കറണ്ട് അഫയറിൽ ഇത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് വായിക്കൂ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, അല്ലേ? അല്ല. അപ്പൊ രണ്ട് വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ. രണ്ട് വരുന്നതൊക്കെ അങ്ങോട്ട് മാറ്റുക കണ്ടോ. അപ്പൊ ആൻസർ വരും വരും 4 മാത്രം അല്ലേ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്തത് സ്വത്തവകാശമാണ്. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ആൻസർ ഈസ് 1 മാത്രം. നെക്സ്റ്റ് വൺ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ അത് മഹാത്മാഗാന്ധിയുടേതാണ്. അതോടെ ഇരിക്കട്ടെ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ മാസം 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം. ജനുവരി 26 വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇപ്പൊ പറഞ്ഞില്ലേ 86 ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്? 4A ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്തത്. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പൊ ഗവായ് ആണ് അല്ലെ. BR ഗവായ് ആണ് ഇപ്പോ. BR ഗവായ് ആണ് ഇപ്പോഴത്തേത് കേട്ടോ. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏതിലാണ്? ബ്രിട്ടനിലൊന്നും എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 മൗലിക കടമകളാണുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? സവിശേഷത അല്ലാത്തത്. ആൻസർ D ആണ്. 1ഉം 3ഉം ആണ് കേട്ടോ. താഴെ നിന്നും മുകളിലേക്ക് അധികാര വിതരണ ശ്രേണി. താഴെ നിന്നും മുകളിലേക്ക് അധികാര വിതരണ ശ്രേണി. രാഷ്ട്രീയപരമായ വിധേയത്വം. രാഷ്ട്രീയപരമായ വിധേയത്വം ഇതൊന്നും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ അല്ല. മുകളിൽ നിന്നും താഴേക്കാണ് കേട്ടോ. മുകളിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും എന്തായിരിക്കും? അതായത് ഇങ്ങനെ ഒരു പിരമിഡ് പോലെ ആയിരിക്കും ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ശ്രേണി കേട്ടോ. ഇവിടെ അതായത് താഴേക്ക് വരുന്തോറും എന്തായിരിക്കും? കൂടി 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 വരും. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം 2ാം വായനയിലാണ്.
ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ. രണ്ടും ഒന്നും ട്ടോ, ഒന്നും രണ്ടുമാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരം ഉള്ളൂ. ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. ഓക്കെ. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതാണ്, രാമസ്വാമി. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അഡ്വക്കേറ്റ് ജനറൽ. തെറ്റായ വസ്തുതകൾ ഇവയൊന്നുമല്ല, എല്ലാം ശരിയാണ് കേട്ടോ. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ യോഗങ്ങളിൽ പങ്കെടുക്കാനും സംസാരിക്കാനൊക്കെ പറ്റും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്? സമത്വം അല്ലേ? ഏതാണ്? എ ആണ് കേട്ടോ. അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ഓക്കെ, നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്നത് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിരിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്? വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 44ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകുന്നതിനായിട്ട് 76-ൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ബി ആണ്, 2 മാത്രം ട്ടോ. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധിയൊന്നും അംഗമല്ല ട്ടോ. ആർട്ടിക്കിൾ 26 ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു അല്ല. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആരോഗ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ബി ആണ്. 2ഉം 3ഉം 48A-യും 51A-യും. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം. 106 നാരീശക്തി വന്ദൻ അധിനിയം ബില്ല്. സി ആണ്. 1ഉം 2ഉം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A 2A ഉണ്ട്. ആർട്ടിക്കിൾ 330A 332A ഉൾപ്പെടുത്തി. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A-യും എയും 330ഉം 332A-യും ഉൾപ്പെടുത്തി. '49 26 മുതൽ പ്രാബല്യത്തിൽ വന്നത് പൗരത്വമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം. ആർട്ടിക്കിൾ 14 ആണ് കേട്ടോ. നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ 14 ആണ് എല്ലാവർക്കും. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ 2ാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 352 ദേശീയ അടിയന്തരാവസ്ഥ.
1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഡി ആണ് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. കൺകറന്റ് ലിസ്റ്റിൽ കേട്ടോ. ഇത് യൂണിയൻ ലിസ്റ്റിലാണ്, ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി? സുകാർണോ. ഈ ക്രാന്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്? സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? സംസ്ഥാന PSC കമ്മീഷനും അതുപോലെ UPSC സെൻട്രൽ PSC പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ട് ശരിയല്ലാത്തത് ഡി ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. ആരാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. അല്ല, നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. ആൻസർ ബി ആണ്. എയും ബിയും ഡിയും തെറ്റാണ്. ലോകസഭ സ്ഥിരം സഭയാണ്. ലോകസഭ സ്ഥിരം സഭയല്ല, രാജ്യസഭയാണ് സ്ഥിരം സഭ. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണ്. ആണോ? അല്ല. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. ശരിയാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണോ? അല്ല, ലോകസഭയുടേതാണ് സ്പീക്കർ നിയന്ത്രിക്കുന്നത് കേട്ടോ. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. അത് ലേബർ പാർട്ടി അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 40 അല്ലേ? ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതല, അവശിഷ്ടാധികാരങ്ങൾ. ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം എടുക്കുക കേട്ടോ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. B1 വരുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കുക. B1 വരുന്ന ഓപ്ഷൻ ആകെ ഒറ്റന്നേ ഉള്ളൂ അല്ലെ? ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ അടിയന്തരാവസ്ഥ ജർമ്മനി. അടുത്തത് ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. 2024 ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇന്ത്യൻ ഭരണഘടനയിലെ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.